ജിമ്മിൽ വർക്കൗട്ടിനിടെ ആളുകൾ കുഴഞ്ഞു വീണ് മരിക്കുന്നു. ഇപ്പൊ ഈ അടുത്തിടെ 2-3 സംഭവങ്ങളായി. ഇതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് മനസ്സിലാക്കാതെ ആളുകൾ വെറുതെ കിടന്ന് സംസാരിക്കുവാണ്. ഇങ്ങനെ ഉണ്ടാവാനുള്ള ഒന്നാമത്തെ റീസൺ, പ്രോപ്പർ വാമപ്പ് പോലും ചെയ്യാതെ ഇന്റൻസ് വർക്കൗട്ട് ചെയ്യുന്നു. പ്രോപ്പർ ഗൈഡൻസും ഇല്ല. നിങ്ങൾക്ക് അഡാപ്റ്റ് ആവുന്ന വെയിറ്റ് ഇട്ട് മാത്രം വർക്കൗട്ട് ചെയ്യുക. ഈഗോ ലിഫ്റ്റിംഗ് ഒഴിവാക്കുക. നിങ്ങളുടെ ഹാർട്ടിന് താങ്ങാൻ പറ്റുന്ന ഒരു കപ്പാസിറ്റി ഉണ്ട്. അതിന് മുകളിലേക്ക് സ്ട്രെസ് ചെല്ലുമ്പോൾ BP റൈസ് ആവുന്നു. അവിടെ സംഭവിക്കുന്നത് ഹാർട്ട് അറ്റാക്ക് ആണ്. 2, പ്രോപ്പറായിട്ട് ബ്രീത്ത് ഇൻ ആൻഡ് ബ്രീത്ത് ഔട്ട് ചെയ്യുന്നില്ല. ഒരു സെറ്റ് ചെയ്ത് തീരുന്നവരെ ബ്രീത്ത് ഹോൾഡ് ചെയ്ത് വെച്ച് ചെയ്യുന്നവരുണ്ട്. ഒരു കാരണവശാലും അങ്ങനെ ചെയ്യാൻ പാടില്ല. ബ്രീത്ത് ഇൻ ആൻഡ് ബ്രീത്ത് ഔട്ട് കറക്റ്റ് ആയിട്ട് ഫോളോ അപ്പ് ചെയ്യുക. അത് മാത്രമല്ല, ഒരു സെറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഇത്ര ടൈം റെസ്റ്റിംഗ് ടൈം ഉണ്ട്. ആ റെസ്റ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രം അടുത്ത സെറ്റ് ചെയ്യുക. ഓക്കെ. മൂന്നാമത്തെ കാര്യം, നല്ലൊരു വർക്കൗട്ടിന് ശേഷം നമ്മുടെ ബോഡിക്ക് വേണ്ട അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് റെസ്റ്റ് എന്ന് പറയുന്നത്. ഇന്നത്തെ കാലത്ത് കുട്ടികളിൽ കണ്ടുവരുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ഉറക്കമില്ലായ്മ. രാത്രി 1 മണി 2 മണി വരെയൊക്കെ അവർ ഫോണിൽ കളിച്ചിരിക്കും. പിറ്റേ ദിവസം റെസ്റ്റ് ഇല്ലാതെ വന്ന് സെയിം രീതിയിൽ നല്ല ഇന്റൻസിറ്റിയിൽ വർക്കൗട്ട് ചെയ്യും. റെസ്റ്റ് ഇല്ലാതെ പിറ്റേ ദിവസം വന്ന് വർക്കൗട്ട് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കാന്ന് നിങ്ങൾക്ക് തന്നെ ഊഹിക്കാവുന്നതേ ഉള്ളൂ. 5ാമത്തെ കാര്യം, ഡീഹൈഡ്രേഷൻ. പ്രോപ്പറായിട്ട് വെള്ളം കുടിക്കുന്നില്ല. വർക്കൗട്ട് ടൈമിൽ പോലും നിങ്ങൾ പ്രോപ്പറായിട്ട് വെള്ളം കുടിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. വർക്കൗട്ട് ചെയ്യുന്ന ഒരാള് തീർച്ചയായിട്ടും ഹൈഡ്രേഷൻ ലെവൽ ഉറപ്പായിട്ടും കീപ്പ് ചെയ്തിരിക്കുക. 6ാമത്തെ കാര്യം, പ്രീ വർക്കൗട്ട് മീൽ. വർക്കൗട്ടിന് 1 മണിക്കൂർ മുന്നെങ്കിലും നല്ലൊരു പ്രീ വർക്കൗട്ട് മീൽ എടുക്കുക. നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് എനർജിയുടെ ആവശ്യമുണ്ട്. ഇല്ലെന്നുണ്ടെങ്കിൽ BP ഡൗൺ ആവും. സോ നല്ലൊരു പ്രീ വർക്കൗട്ട് മീൽ എടുക്കുക. അത് മോർണിംഗ് വർക്കൗട്ട് ചെയ്യുന്നവരാണെങ്കിൽ ഈവനിങ് വർക്കൗട്ട് ചെയ്യുന്നവരാണെങ്കിലും. മോർണിംഗ് വർക്കൗട്ട് ചെയ്യുന്നവർ മസ്റ്റ് ആയിട്ടും എടുക്കുക. സോ നിങ്ങൾ വെയിറ്റ് ട്രെയിനിങ് ചെയ്യുന്നുണ്ടെങ്കിൽ ട്രെയിനറിന്റെ ഗൈഡൻസോടെ അഡാപ്റ്റീവ് ആയിട്ടുള്ള വെയിറ്റ് ഇട്ട് മാത്രം വെയിറ്റ് ട്രെയിനിങ് ചെയ്യുക. ബോഡിക്ക് പ്രോപ്പർ ആയിട്ടുള്ള റെസ്റ്റ് കൊടുക്കുക. നല്ലപോലെ ഫുഡ് കഴിക്കുക. നല്ലപോലെ വെള്ളം കുടിക്കുക. ഇതൊന്നും ചെയ്യാൻ പറ്റാത്തവര് വെയിറ്റ് ട്രെയിനിങ് ചെയ്യണ്ട. അതിന്റെ കാര്യമില്ല.